എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ജോസ് കെ മാണിയേക്കാൾ ഭീകരനാണോ മോൻസൺ ചോദിച്ചു. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞു, അതേ പറയാം. ഒരു സിനിമ, മലയാള സിനിമ ഞാൻ കണ്ടതാ. അത് ഈ ബാലങ്കേ നായരും ഒരു വില്ലൻ കഥാപാത്രമാണ്. TG രവി വേറൊരു വില്ലൻ കഥാപാത്രമാണ്. അപ്പൊ ഏതോ ഒരു പെൺകുട്ടി അതിൽ നടന്നു പോയപ്പോൾ അത് മഴ വന്നപ്പോൾ ഓടി ചെന്ന് മഴ നനയാതെ കയറി ബാലങ്കേ നായരുടെ വീട്ടിലായി പോയി. ബാലങ്കേ നായർ ഇതിനെ പിടിപ്പിക്കാൻ തുടങ്ങി. ഈ പാവം പെങ്കൊച്ച് ചാടി ഓടി വീട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടി, പക്ഷെ ഓടിക്കരുത്, TG രവിയുടെ വീട്ടിലായി പോയി. അതേ അവസ്ഥയാണ് എനിക്കുണ്ടായത്. ജോസ് കെ മാണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ബാലങ്കേ നായരായ ജോസ് കെ മാണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ TG രവിയുടെ വീട്ടിലായി കയറിപ്പോയത്. ആ പറ്റിപ്പോയി. അത്ര വ്യത്യാസമുള്ളൂ. ഈ ബാലങ്കേ നായരെ കൂടി വന്നാല് ഈ നമ്മളെ സിനിമയിലെ കാണുമ്പോൾ അറിയല്ലോ, അത് ഓടിച്ചിട്ട് പാടും. പക്ഷേ TG രവി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ആളാ ഈ സിനിമയിൽ. പക്ഷെ ഞാൻ ആ ബലാത്സംഗത്തിന് ഇരയാകാതെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. മോൻസിന്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കേണ്ട അല്ലെങ്കിൽ കുനിഞ്ഞു നിൽക്കേണ്ട ഗതികേടുണ്ടായതിൽ ഞാൻ ദുഃഖിക്കുന്നു. അദ്ദേഹം ബന്ധപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ, UDF നേതാക്കന്മാർ പലവട്ടം നിരന്തരം എന്നെ ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരണം. നമ്മൾ ഒരിക്കലുമില്ല, മോൻസ് ജോസഫുള്ള മുന്നണിയിലും പാർട്ടിയിലും ഞാൻ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, വിശ്വസിച്ച മനുഷ്യൻ നമ്മളെ ഉപദ്രവിച്ചു, നമ്മളെ പരമാവധി ഉപദ്രവിച്ചു. ക്ഷമയുടെ നെല്ലിപ്പലക ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഞാൻ രാജിവെക്കുന്നതിന് 10 ദിവസം പോയി പറഞ്ഞു, ഇനി ഞാൻ സാറിന്റെ അടുത്ത് വരുന്നില്ല, പരാതി പറയാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ്. എന്ത് പറഞ്ഞാലും അദ്ദേഹം ഇങ്ങനെ എല്ലാം കേൾക്കും. പക്ഷേ ഒരു വിഷയത്തിൽ ഇടപെടുന്ന സ്വഭാവം അദ്ദേഹത്തിൽ എന്താണോ മോൻസ് ജോസഫിന് അതൊരു ഭയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഞാൻ പ്രിയപ്പെട്ട മോൻസ് ജോസഫിനെയും പ്രിയപ്പെട്ട ജോസഫ് സാറിനെയും ഇനി ശല്യം ചെയ്യാനില്ല എന്നുള്ള എന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. എന്നോട് പലരും പറയൂ, ഇത്രയും എല്ലാം മക്കളുടെ രാഷ്ട്രീയം മനസ്സിലായില്ലേ? ജോസഫ് സാറിന്റെ മകൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പകരം മോൻസ് പാർട്ടി പിടിച്ചാൽ മോൻസിന്റെ മകൾ ഇറങ്ങിയില്ലേ ആരെയിൽ പോവും? അതുകൊണ്ടാണ് ആ പാവം കൊച്ചിനെ ഇറക്കിയേക്കുന്നത്. ആ കൊച്ചിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം മകളെ ഇറക്കിയേക്കുന്നത് ഇനിയിപ്പം പിൻഗാമിയായി അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ പാർട്ടി ഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യമാണ്. ഞങ്ങളുടെ കുടുംബ രാഷ്ട്രീയവും മക്കൾ രാഷ്ട്രീയവും സാധാരണ കുടുംബത്തിൽ റേഷൻ കടക്കാരന്റെ മകനായി ജനിച്ചു വളർന്ന് KM മാണി സാറിന്റെ രാഷ്ട്രീയ കരുനോക്കത്തിന്റെ ഫലമായി അബദ്ധത്തിൽ MLA മോൻസ് ജോസഫിന് ഇപ്പോൾ കോടികളുടെ ആസ്തി ഉണ്ട് എന്ന് രാഷ്ട്രീയ ചാനലിൽ പറയുന്നതിൽ എന്തെങ്കിലും കഥയുണ്ടോ? എനിക്കറിയില്ല. രാഷ്ട്രീയ CPM-കാരൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ വിദേശ പര്യടനം നടത്തുന്ന MLA എന്നാണ് ആളുകൾ വിശേഷിപ്പിക്കുന്നത്. കോടികളുടെ സമ്പാദ്യം വിദേശത്തുണ്ടെന്നാണ് ആരോപിക്കുന്നത്. ആയതിനാൽ അങ്ങയുടെ ആസ്തി ബാധ്യതകൾ വെളിപ്പെടുത്താൻ അങ്ങ് തയ്യാറാണോ? തയ്യാറാണെങ്കിൽ വെളിപ്പെടുത്തില്ല, ഇല്ലേ വേണ്ട. കേരള കോൺഗ്രസിനെ വഞ്ചിച്ചു എന്ന് പറയുന്ന കേരള കോൺഗ്രസിനെ ഞാനല്ല വഞ്ചിച്ചത്. എന്റെ പിതാവ് എനിക്ക് സമ്പാദിച്ചു തന്ന വസ്തുക്കൾ നഷ്ടപ്പെടുത്തി രാഷ്ട്രീയ നടത്തിയ ആളാണ് ഞാൻ. എനിക്ക് പറയാൻ സാധിക്കും. ആയതിനാൽ എന്റെ ആസ്തി ബാധ്യതകൾ വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. അങ്ങ് വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന്